ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരു കുട്ടിയുടെ ശരീരം ഉണ്ടാകുന്നത്. അതേപോലെ അമ്മയുടെ വൈകാരികത കുട്ടിയിലേക്ക് സംക്രമിക്കുന്നു. ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ തീരുമാനിക്കും. ചെയ്യണോ അവസാനം ചെയ്യണമെന്ന് തീരുമാനിക്കും. അങ്ങനെ ജനിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഒരു അകാരണമായ ഭയം നമ്മൾ കാണാറുണ്ട്. അതുപോലെ ചില ആളുകളിൽ കാണാറുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ്. ഇത് തന്നെയാന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ അച്ഛൻ അമ്മയോട് ട്രസ്റ്റ് കാണിച്ചില്ല എന്ന് കരുതുന്നത്. ഇത് കണ്ടു വളരുന്ന ഒരു കുട്ടിക്കാരോട് ട്രസ്റ്റ് ഉണ്ടാവില്ല. ആ വ്യക്തിക്ക് തന്നെ കുട്ടിക്കാലത്ത് ട്രസ്റ്റ് ഇല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് കാണുന്ന അസ്വാഭാവികമായ അനുഭവം കൺഫ്യൂസ്ഡ് ആവുക. കുട്ടി ഇതെന്താണ് ഇങ്ങനെ, ഇവരെന്താണ് ഇങ്ങനെ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ആ കുട്ടിക്ക് ലൈഫ് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈകാരികത ക്ഷതങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമാസ് ഉള്ള ഒരു ഇന്നർ ചൈൽഡ് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ട്രോമാറ്റിക് ഇന്നർ ചൈൽഡിനെ പേറുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അവൻ്റെ സർഗാത്മകതയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ട്രിഗർ ചെയ്യും, ഇമോഷണലി റിയാക്ട് ചെയ്യും, ജീവിതത്തോടും വ്യക്തികളോടും അവനോടും തന്നെ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുള്ള ഹയർ സെൽഫുമായിട്ട്, നമ്മളുടെ ദൈവിക സാന്നിധ്യവുമായിട്ട് നമുക്ക് സമരസപ്പെടാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ വൈകാരിക ക്ഷതങ്ങളെ, ഇമോഷണൽ ട്രോമാസിനെ ഹീല് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ കുട്ടിയിലെ വൈകാരിക ക്ഷതങ്ങളെ ഹീൽ ചെയ്ത് ആ കുട്ടിയുടെ വൂണ്ടഡ് ഇമോഷണൽ ഇന്നർ ചൈൽഡിനെ നർച്ചർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇന്നർ ചൈൽഡ് തെറാപ്പി. അതിലൂടെ മാത്രമേ ആ വ്യക്തിയുടെ സർഗാത്മകതയെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതുപോലുള്ള ഇമോഷണൽ ഇംബാലൻസുകളെയും ഇതിൽ കൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഇതാണ്. ഈ ഇമോഷൻ ഇപ്പോൾ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് വൈവാഹിക ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ട്രോമാറ്റിക് ഇന്നർ ചൈൽഡാണ് പ്രോബ്ലം. അത് ഭർത്താവിൻ്റെതാവാം, ഭാര്യയുടേതാവാം. ചിലപ്പോൾ 2 പേരിലും ട്രോമാറ്റിക് ഇന്നർ ചൈൽഡ് ഉണ്ടാവും. പലപ്പോഴും അവിടെ മീറ്റ് ചെയ്യുന്നത് ഈ മുതിർന്ന വ്യക്തികളായിരിക്കില്ല. കലഹം ഉണ്ടാക്കുന്നത് ഈ ട്രോമാറ്റിക് ഇന്നർ ചൈൽഡ്. അവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് ഈ പ്രശ്ന ഹീലിങ്ങിന് വേണ്ടി വരുന്ന ആളുകളുടെ കൗൺസിലിംഗ് ഘട്ടം കൃത്യമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ട്രോമാറ്റിക് ഇന്നർ ചൈൽഡ് നമുക്ക് മനസ്സിലാവും. അതേപോലെ പിന്നീട് നമ്മുടെ ഇമോഷൻസ് എല്ലാം സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിനെ മാറ്റാൻ പറ്റാത്തത്. സെല്ലുകളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സ് അതിന് കമാൻഡ് കൊടുക്കാതെ സെല്ലുകളിൽ നിന്ന് ഹീൽ ചെയ്യില്ല. അപ്പോൾ സെല്ലുകളിൽ നിന്ന് ഇമോഷൻസ് പോവാതെ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് മാറില്ല, സ്വഭാവങ്ങളും നമുക്ക് മാറില്ല. അതുകൊണ്ട് സെല്ലുകളിൽ നിന്ന് അതിനെ എർത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാസ്റ്റ് റിഗ്രഷൻ തെറാപ്പി. ആദ്യം നമ്മൾ 13 വയസ്സിന് ശേഷമാണ് ചെയ്തത്. ബിലീഫ് ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സും ഇന്നർ ചൈൽഡ് തെറാപ്പിയും 13 വയസ്സിന് മുമ്പെയാണ്. എന്നാൽ പാസ്റ്റ് റിഗ്രഷൻ തെറാപ്പി മൊത്തമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഓരോ വർഷം പുറകോട്ട് പോയി നമ്മൾ ഹീൽ ചെയ്ത് ഇമോഷണൽ ട്രോമാസിനെ നമ്മൾ സെല്ലുകളിൽ നിന്ന് എർത്ത് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഈ ആത്മശക്തി പ്രക്രിയ എന്ന് പറയുന്നത് എത്ര നാളെടുക്കും, അല്ലെങ്കിൽ ഇത്ര നാളുകൾക്കുള്ളിൽ അത് ചെയ്തു തീർക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 5 പ്രോസസ്സാണ്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ആ വ്യക്തിയിലുള്ള ഇപ്പോഴെന്താണ് ഇങ്ങനൊരു പ്രോസസ്സിന് വരാൻ കാരണം എന്താണ്, ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ആ വ്യക്തി പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ എന്താണെന്നുള്ളതാണ്. നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കോസേറ്റീവ് ഫാക്ടർ ഉണ്ട്. അത് പലപ്പോഴും നല്ല മിക്കവാറും കുട്ടിക്കാലത്തായിരിക്കും. അത് കണ്ടെത്താൻ പറ്റും നമുക്ക്. അതായത് ഈ 13 വയസ്സിൻ്റെ ഉള്ളിലായിരിക്കും. മിക്കപ്പോഴും 8 വയസ്സിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ 13 വയസ്സിനുള്ളിലായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളുണ്ട്, വളരെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ്, നമുക്ക് ആവർത്തിച്ച് വരുന്ന പ്രശ്നങ്ങൾ. അത് ആരോഗ്യമാകാം, സമ്പത്താവാം, ബന്ധങ്ങളാവാം, സെൽഫ് എക്സ്പ്രഷൻ ആവാം, എന്തും ആവാം. ഇതിൻ്റെ ഒരു കോസേറ്റീവ് ഫാക്ടർ, കൃത്യമായൊരു കോസേറ്റീവ് ഫാക്ടർ നമുക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റും.
ഓക്കെ. അത് കണ്ടെടുക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അത് കണ്ടെടുത്താൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് മിസ്റ്ററീസിനെല്ലാം എന്തുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ സെല്ലുകൾ ഹീൽ ചെയ്ത് പോയി, പിന്നീട് നമ്മൾ 1 വയസ്സ് വരെ പോകുന്നു, പിന്നീട് അമ്മയുടെ വൂമ്പ് വരെ, ഗർഭപാത്രം വരെ നമ്മൾ പോകുന്നു. നമുക്കറിയാം, ഒരു അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരു കുട്ടിയുടെ ശരീരം ഉണ്ടാകുന്നത്. അതേപോലെ അമ്മയുടെ വൈകാരികത കുട്ടിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ തീരുമാനിക്കും, ചെയ്യണോ അവസാനം ചെയ്യണ്ടെന്ന് തീരുമാനിക്കും. അങ്ങനെ ജനിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഒരു അകാരണമായ ഭയം നമ്മൾ കാണാറുണ്ട്. ഈ ഒരു തീരുമാനത്തെ ആ കുട്ടി അറിയുന്നുണ്ട്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി അറിയുന്നുണ്ട്. അപ്പം അമ്മയുടെ വൂമ്പ് പോയിട്ട് ഗർഭപാത്രത്തിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൂടി ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് പാസ്റ്റ് റിഗ്രഷൻ തെറാപ്പിയിൽ ഉണ്ട്. പലപ്പോഴും അത് കണ്ടെത്തി ചെയ്യുമ്പോൾ അതുവരെ അവരനുഭവിച്ചുള്ള പല ക്രൈസിസിനും പരിഹാരം ഉണ്ടാവുമെന്ന് കാണുന്നു. പലപ്പോഴും ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നൽ, അല്ലെ കൺഫ്യൂഷൻ, എപ്പോഴും ഒരു അകാരണമായ പേടി ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും പാസ്റ്റ് റിഗ്രഷൻ ഹീലിങ്ങിൽ മാറാറുണ്ട്. അപ്പോൾ അതായത് ഒരു ആത്മശക്തി പ്രക്രിയയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് സാർ പറയുന്നത്, അല്ലേ? റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റിയാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. എന്നാൽ 100% നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 40% മുതൽ വ്യക്തിയുടെ സഹകരണവും അനുസരിച്ച്, വ്യക്തിയുടെ സഹകരണം, തിരിച്ചറിയൽ, പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ്, വ്യക്തിയുടെ കഴിവ്, അതൊക്കെ അതിൽ ബാധകമാണ്. എന്നാൽ മറ്റ് രീതിയിലുള്ള ഒന്നുകൊണ്ടും ഇതിൻ്റെ 1% പോലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. എൻ്റെ അനുഭവത്തിൽ 40% മുതൽ 80% വരെ പ്രോബ്ലങ്ങൾ പലപ്പോഴും, മിക്കപ്പോഴും പരിഹരിക്കപ്പെടാറുണ്ട്. ഈ ആത്മശക്തി പ്രക്രിയയിലൂടെ പരിഹരിക്കപ്പെടാറുണ്ട്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.